32 വർഷമായി. അത്രയാണല്ലോ. എനിക്ക് തോന്നുന്ന സീരിയലുകൾ 100ഓളം. 100 അല്ല, 125. 125. ദൈവമേ. വെറുതെ ഇന്നലെ ഡയറി എടുത്ത് നോക്കി 35 സിനിമയിൽ ഡയറി ഒക്കെ എടുത്ത് നോക്കും എത്ര പോലീസ് ഓഫീസറുടെ വേഷം. അപ്പോൾ 35ഓളം സിനിമയ്ക്ക് ഞാൻ പോലീസ് ഓഫീസറായിരുന്നു. ലെന ആദ്യമായിട്ട് സീരിയൽ നായികയായിട്ട് അത് 1500 എപ്പിസോഡ് പോയതാണ്. ഏകദേശം 5 വർഷം. ടോണി ചേട്ടന്റെ അച്ഛൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ടോണി ചേട്ടന്റെ അച്ഛന്റെ ശിഷ്യനായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇപ്പോഴല്ല, ആ കാലത്ത് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മമ്മൂക്ക തന്നെയാണ് റെക്കമെൻഡേഷൻ. ഭയങ്കര ഫാമിലി മാനാണ്. പിന്നെ പ്രാർത്ഥന. അങ്ങനൊരു നട ഇനി മലയാളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും കൂടുതൽ നല്ല പുതിയ നടന്മാരെയും ടെക്നീഷ്യന്മാരെയും, ക്യാമറാമാൻ, പിന്നെ എഡിറ്റർ, അല്ലെങ്കിൽ വേറെ മ്യൂസിക് ഡയറക്ടർ, ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് മമ്മൂക്കയാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഓഫീസർ ആയാലും വില്ലനായിരിക്കും, അല്ലെങ്കിൽ കളക്ടറാണെങ്കിൽ അതിലൊരു വില്ലനായിരിക്കും, ഇല്ലെങ്കിൽ ഡോക്ടറാണെങ്കിൽ അതിലൊരു വില്ലനാണ്. എൻ്റെ ആ തുടക്കം തന്നെ ഡോക്ടർ വില്ലനായിരുന്നു ഈ ജ്വലനം എന്ന നാടകം. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് തടസ്സം നിന്നത് ഈ സീരിയൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അത് തീരുന്നത് വരെ നമ്മളതിൽ അഭിനയിക്കണം. മേജർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അഗ്രിമെൻ്റ് ഉണ്ട്. അന്ന് പിന്നെ വേറെ ചാനലുകളൊന്നുമില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ആ സീരിയൽ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ബിജുമേനൻ എന്ന നടൻ തന്നെ വന്നത് ആ NF വർഗീസ് വന്നത് ആ സീരിയൽ കണ്ടിട്ടാണ്. പുള്ളി ആകാശദൂതിന് എന്ന സിനിമയിൽ സിബി മലയിൽ റെക്കമെൻഡ് ചെയ്തത്. ജനങ്ങളുടെ ഉള്ളിൽ കയറി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ IBCC. പുള്ളിയുടെ ഏറ്റവും വലിയ തെറി കഴുതക്കുട്ടിയാണ്. ആള് ഇപ്പോൾ തെറി പറയുന്ന ആ ഒറ്റ ഡയലോഗാണ്. രാജൻ ശങ്കരാടി എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്. പടം തുടങ്ങുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ അറിഞ്ഞു ഞാനതില്ല, അതിന് പകരം വേറെ നടനെ അഭിനയിക്കുക. അന്നൊക്കെ വേദന തട്ടും കുറച്ച്. നമ്മളിത് കാസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സ് വരെ കോസ്റ്റ്യൂം അളന്ന് പോയ ഒരു സിനിമ പെട്ടെന്ന് വേറൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ നമുക്കൊരു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ബിഗ് സ്ക്രീനിലാവട്ടെ മിനി സ്ക്രീനിലാവട്ടെ, ചില താരങ്ങൾ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓറയാണ്. അന്നും ഇന്നും ഒരേപോലെ തന്നെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു കലാകാരനാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. ഹായ്, ഹലോ, യു ആൾ ആർ വാച്ചിങ് മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ്. അങ്ങനെ പറ, ഞാൻ വിൽറ്റ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതനായ ടോണി ആന്റണി. ടോണി ചേട്ടാ, ഒരുപാട് സന്തോഷം ആദ്യം തന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്, വളരെ എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്. ഒരുപാട് സന്തോഷം. എന്ത് പറയുന്നു? സുഖമായിട്ട് ഇപ്പൊ ചേട്ടൻ ഏത് സീരിയലാണ് ചെയ്യുന്നത്? പത്തരമാറ്റാണ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോ നമുക്ക് ഓർമ്മകളിലൂടെ തന്നെ പോവാം. കാരണം ഒരുപാട് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. 32 വർഷമായി. ഓക്കെ, അത്രയും വർഷത്തോളം ഈ ഇൻഡസ്ട്രിയിൽ, ഫിലിമിലാണെങ്കിലും ബിഗ് സ്ക്രീനിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും എനിക്ക് തോന്നുന്ന സീരിയലുകൾ 100ഓളം. 100 അല്ല, 125. 125. ദൈവമേ, 125 സീരിയൽ ചെയ്തിട്ടുള്ള ആളാണ്. അത് ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ടോണി ചേട്ടന്റെ അച്ഛൻ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ടോണി ചേട്ടന്റെ അച്ഛന്റെ ശിഷ്യനായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ എന്താ പറയാ, ആ ഫാമിലിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു അഡ്വക്കേറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അല്ല അതെ, അപ്പൊ അച്ഛൻ അഡ്വക്കേറ്റ് ആവുമ്പോൾ എന്തായാലും ആ ഒരു ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു വേറെ ആരും ആ മൂവി ഫീൽഡിലേക്ക് ഉണ്ടായിരുന്നില്ല. ആരുമില്ലായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ചേട്ടൻ ഈ മൂവിയിലേക്ക്? ഈ മഞ്ചേരി NSS കോളേജിൽ ഞാൻ പഠിച്ചത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു CL ജോസിന്റെ ജ്വലനം എന്നൊരു നാടകം ഉണ്ടായിരുന്നു. അതിൽ ഡോക്ടർ ഒരു ക്യാരക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു കില്ലറാണ്, ഒരു വില്ലൻ ക്യാരക്ടറാണ്. പക്ഷെ ഇവരെല്ലാവരും കൂടി എന്നെ അടിച്ചേൽപ്പിച്ചതാ, ഈ വേഷം നീ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെല്ലാം കൂടി ചേർന്നു. പക്ഷെ അത് ഇഷ്ടപ്പെട്ടിട്ട് അന്ന് അവിടുത്തെ ഒരു 1-2 പേര് പറഞ്ഞു എന്തുകൊണ്ട് സിനിമയിലേക്ക് നോക്കുന്നില്ല. അപ്പം അന്ന് വലിയ പ്രായം, പ്രീ ഡിഗ്രിക്ക് പഠിക്കുക. അങ്ങനെ പോയി. പിന്നെ മമ്മൂക്കയായിട്ടുള്ള സൗഹൃദം അദ്ദേഹം അപ്പം ഇങ്ങനെ തൃഷ്ണയൊക്കെ അഭിനയിച്ച് ഒരു പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിരുന്നു.
അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഫാദർ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ, നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഐ വി ശശി എന്ന സംവിധായകനെ പരിചയപ്പെടുത്തി. കെ മധു, പിന്നെ ആ കാലത്തെ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ പടങ്ങളൊക്കെ എന്നെ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ കെ മധുവിൻ്റെ 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലൂടെ രംഗത്ത് വന്നു. അതുപോലെ സാജൻ എന്ന സംവിധായകനുണ്ടായിരുന്നു, ചക്കരവിമ സാജൻ എന്നറിയുമ്പോൾ. മമ്മൂക്കയുടെ അന്ന് എല്ലാ പടങ്ങളിലും പിന്നെ സാജനായിരുന്നു ഹിറ്റ് പടങ്ങളുടെ. ചക്കരവിമ, പിന്നെ അങ്ങനെ ഒരുപാട് പടം, സ്നേഹമുള്ള സിംഹം, അങ്ങനെ. അപ്പോൾ അതിലെല്ലാം ക്യാരക്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗീതം എന്ന സിനിമയിലൊക്കെ നല്ല വേഷങ്ങൾ തരികയും. പക്ഷെ കുറച്ചുകൂടി പോപ്പുലാരിറ്റി തന്നത് കെ മധു, എസ് എൻ സ്വാമി ടീമിൻ്റെ 20-ാം നൂറ്റാണ്ട്. അതിൽ മിനിസ്റ്ററായിട്ടാണ് അഭിനയിച്ചത്. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി അന്ന് കേരളത്തിൽ രമേശ് ചെന്നിത്തലയായിരുന്നു, ഗ്രാമവികസന മന്ത്രിയായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നു. ഇത് ഈ പടത്തിൽ എക്സൈസ് മിനിസ്റ്ററായിട്ട് അംബികയുടെ മുറച്ചെറുക്കാനായിട്ട്. അന്ന് വലിയൊരു ഭാഗ്യം കിട്ടിയ അടൂർ ബാസി സാറിൻ്റെ കൂടെ ഒരു നല്ല വേഷം ചെയ്യേണ്ടത്. എൻ്റെ ഗുരുനാഥനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ, പിന്നെ അംബിക അന്ന് സൂപ്പർ നായികയായിരുന്നു, അവരുടെ കൂടെ അഭിനയിച്ചു. അങ്ങനെ ആ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു, ഇപ്പോഴും ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു പടമാണല്ലോ. അങ്ങനെ അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. സീരിയല് എൻ്റെ ആദ്യത്തെ സീരിയൽ മിഖായലിൻ്റെ സന്തതികളാണ്. ജൂഡ് അട്ടിപ്പേറ്റി എന്ന് പറഞ്ഞ വലിയ ഡയറക്ടർ. ഇപ്പോൾ അദ്ദേഹം മനോരമയിലെ പ്രോഗ്രാം ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു, എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ രണ്ട് പുതുമുഖങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ബിജു മേനോൻ, മറ്റത് NF വർഗീസ്. നിങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ. പിന്നെ ഒരു വില്ലനെയും കൂടി പുള്ളി എടുത്തു വെച്ചിരുന്നു, അതാണ് മരിച്ചു ഏലിയാസ് ബാബു. ഒരു കാലത്ത് സിനിമയിൽ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച, ജയരാജൻ്റെ മിക്ക പടങ്ങളിലും വില്ലനായിട്ട് അഭിനയിച്ച. ആ 3 പേരും കാശ്. ഇനി ഒരാളെ കിട്ടണം. ഇതിലെ മെയിൻ ക്യാരക്ടർ വക്കച്ചൻ എന്ന് പറഞ്ഞൊരു ജാരസന്തതിയായിട്ട് ജോസ് പ്രകാശിൻ്റെ വീട്ടിലെ വേലക്കാരിയിൽ ഉണ്ടായ മകൻ. അത് ഉഗ്രം ക്യാരക്ടർ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എൻ്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടറാണ് ഞാൻ ചെയ്യാവുന്നത്. അപ്പോൾ അതിന് കുറേ നിയമങ്ങളുണ്ട്. മുട്ടയടിക്കണം, പിന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക ക്യാരക്ടർ. അത് ഒരു പക്ക വില്ലനിസം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് അവർ ഇൻ്റർവ്യൂ ടെസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ അവരെ 3 പേരെ ഓൾറെഡി സെലക്ട് ചെയ്തു, എന്നെ ഇത് സെലക്ട് ചെയ്തു. അങ്ങനെ ആ സീരിയൽ സൂപ്പർ ഹിറ്റായി. അത് സിനിമയാക്കിയപ്പോഴും ഇതേ ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്തു. പക്ഷെ ആ സിനിമ ഓടിയില്ല. പുത്രൻ എന്ന് പറഞ്ഞ സിനിമ ആണല്ലേ. ബിജു മേനോൻ തന്നെയായിരുന്നു, NF വർഗീസ് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. കുറച്ച് ആർട്ടിസ്റ്റുകളെ സിനിമയിൽ നിന്ന് കയറ്റി. രതീഷ്, ഷമി തിലകൻ, പിന്നെ നീന കുറുപ്പിന് പകരം വേറെ ആർട്ടിസ്റ്റ്. അങ്ങനെ അന്ന്. പക്ഷെ ആ പടം സബ്ജക്റ്റ് പാളിപ്പോയി. പക്ഷെ എന്നാലും ഇത്രയും സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് സീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ടോണി ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദീർഘകാലം ഉണ്ടായിരുന്ന സീരിയൽ ഏതാണ്? ലൈക്ക് ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഉണ്ടായിരുന്ന ഒരു സീരിയൽ? ഒരുപാട് സീരിയൽ ഹിറ്റായിട്ടുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ജോയ്സിയുടെ ഓമനത്തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞാൽ ലെന ആദ്യമായിട്ട് സീരിയൽ നായികയായിട്ട് അതിന് ഒപ്പം നിൽക്കുന്ന ക്യാരക്ടറാണ്. ഒരു നെവൽ ബേസിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട്. അതിൽ എൻ്റെ വൈഫായിട്ട് നമ്മുടെ അഞ്ജു അരവിന്ദ് അഭിനയിച്ചു. ഒരു കൊച്ചിനെ ചുറ്റിപ്പറ്റിയുള്ള അത് വളരെ ഹിറ്റായ ഒരു സീരിയലായിരുന്നു. പിന്നെ സമയം എന്ന് പറഞ്ഞൊരു സീരിയൽ, സുധാർ മംഗളോദയം. അന്ന് നോവലിൻ്റെ കാലഘട്ടമാണ്. അത് മനോരമയിൽ വന്ന നോവൽ സീരിയലിലേക്ക്, ചുറ്റുവിളക്ക് എന്ന് പറഞ്ഞ നോവലായിരുന്നു, അത് സമയം എന്ന പേരിൽ സീരിയലാക്കി. അതിൽ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഇതിലെ മെയിൻ വില്ലൻ. ആ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് ബാബു നമ്പൂതിരി സാറായിരുന്നു. അദ്ദേഹം പിന്നെ ഈ ഭാഷ, ഒരു പൂജാരിയുടെ സ്ലാങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അയാൾ കാണിച്ചു തന്നു. അങ്ങനെ ആ സീരിയൽ ഭയങ്കര ഹിറ്റായിരുന്നു. ഇതൊന്നും ഒരുപാട് വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് സിനിമയിൽ എനിക്ക് തോന്നുന്നു കൂടുതലും 35 സിനിമയിൽ ഞാൻ നോക്കിയപ്പോൾ, വെറുതെ ഇന്നലെ ഡയറി ഒക്കെ എടുത്ത് നോക്കി 35 സിനിമയിൽ ഡയറി ഒക്കെ എടുത്ത് നോക്കും എത്ര പോലീസ് ഓഫീസറുടെ വേഷം. അപ്പോൾ 35ഓളം സിനിമയ്ക്ക് ഞാൻ പോലീസ് ഓഫീസറായിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് ഹിറ്റ് പടങ്ങൾ, കിങ് സോളമൻ, ബാലുഗിരിയത്തിന്റെ, അങ്ങനെ കുറേ പടം. മമ്മൂട്ടിയുടെ പ്രീസ്റ്റ്, പ്രീസ്റ്റിലും മമ്മൂക്കയായിരുന്നു ചേട്ടനെ റെക്കമെൻഡ് ചെയ്തത് അല്ലേ? അത് ഒരുപാട് വർഷം അധികം ഇങ്ങനെ പറയുമല്ലോ ഈ ക്യാരക്ടർ അങ്ങനെയാണത്. അത് പുള്ളിയുടെ മനസ്സിൽ തോന്നണം, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇടിച്ചു കയറാത്ത ഒരാളായതുകൊണ്ട് ആണല്ലേ അങ്ങനെ ആരെയും പോയി കാണുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും തോന്നി കാണും.
തോന്നി കാണും. അങ്ങനെയാണ്. എന്നിട്ട് ഡയറി ഒക്കെ ഇന്നലെ നോക്കി കഴിഞ്ഞപ്പോ എന്ത് തോന്നി മൊത്തത്തിൽ ഇത്രയും അല്ല, അത് കൊല്ലത്തിൽ? പിന്നെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം 125 സീരിയൽ അഭിനയിക്കുക എന്നുള്ള ചെറിയ കാര്യമില്ല. അല്ല, ഒരിക്കലും അല്ല. 1000 എപ്പിസോഡും അതിൽ 1500 എപ്പിസോഡ്. ആ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയലിൽ പ്രധാന വേഷമായിരുന്നു. മൂന്നാമത്തെ സ്ത്രീ. ആദ്യത്തെ സ്ത്രീയിൽ സിദ്ദിഖ്, രണ്ടാമത്തെ സ്ത്രീയിൽ കൃഷ്ണകുമാറാണ് തോന്നുന്നു, മൂന്നാമത്തിൽ ഞാനായിരുന്നു. എൻ്റെ നായികയായിട്ട് വന്ന് മരിച്ചുപോയ മയൂരി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റായിരുന്നു എൻ്റെ വൈഫായിട്ട് അഭിനയിച്ചത്. അത് 1500 എപ്പിസോഡ് പോയതാണ്. 1500. ഏകദേശം 5 വർഷം. 5 വർഷം. അപ്പൊ നമ്മളൊരു സീരിയലിൽ കമ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സീരിയൽ ആ സീരിയലിൽ ഉടനീളം നമ്മൾ വേണമെന്നുണ്ടാവുമല്ലോ. അപ്പം അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഏതെങ്കിലും സിനിമയുടെ അവസരം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് തടസ്സം നിന്നത് ഈ സീരിയൽ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. നല്ല സിനിമകൾ അതിൽ മിസ്സായിട്ടുണ്ട്. ഈ സാധാ ചെറിയ പടങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് മിസ്സാവുന്ന എങ്ങനെയാ വെച്ചാൽ ഇവരുടെ ഒരു അഗ്രിമെൻ്റ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു സീരിയൽ പൂർണ്ണമായിട്ടും അത് തീരുന്നത് വരെ നമ്മളതിൽ അഭിനയിക്കണം. മേജർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിലോ ഡേറ്റ് ഇവർ നേരത്തെ പറയും. ഇപ്പോൾ ഒരു മാസം, ഇപ്പോൾ പത്തനംമാറ്റൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ 5 മുതൽ 15 വരെ. അപ്പോൾ 5 മുതൽ 15 വരെ നമ്മളൊരു ഫിലിം വന്നു കഴിഞ്ഞാൽ ആ ഫിലിം തീർച്ചയായിട്ടും കയ്യിൽ നിന്ന് പോകും. അതൊരു വലിയൊരു പ്രശ്നം തന്നെ. അങ്ങനെ എപ്പോഴെങ്കിലും വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. കാരണം സീരിയൽ കൊണ്ട് ദോഷമുണ്ട്, എന്നാൽ ഗുണമുണ്ട്. പക്ഷെ കുറെ പേരൊക്കെ കൂടുതൽ തിരിച്ചറിഞ്ഞതും സീരിയലിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാരക്ടർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ജനങ്ങൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ പത്തരമാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിത് അഭിനയിക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ ജനങ്ങളുടെ പൾസാണല്ലോ അതായിട്ട്. അവർ പറയുമല്ലോ ഈ ക്യാരക്ടർ, ഈ ഗോവിന്ദൻ എന്നുള്ള കഥാപാത്രം അയാൾ ഇത്ര ഇതായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അതിലൊരുപാട് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഡേറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, സിനിമ ഒഴിവാക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യും. അതെ, നമ്മൾ അങ്ങനെ ഒരെണ്ണമെങ്കിലും ചെയ്യുക സീരിയല്. അതെ, പക്ഷെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആസ് എൻ ആക്ടർ ഒരാളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ക്യാരക്ടറിലൂടെ ആളുകൾ നമ്മളെ അറിയുക, നമ്മളുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ് അല്ലേ? അത് ഇനി ഇത്രയും സീരിയലിലും സിനിമയിലും അഭിനയിച്ചെങ്കിലും ഏത് സീരിയലിലും സിനിമയിലൂടെയാണ് ഇത്രയും ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്? സീരിയല് മികായൽ ആദ്യത്തെ സീരിയൽ തന്നെ. അന്ന് പിന്നെ വേറെ ചാനലുകളൊന്നുമില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. ആ സീരിയൽ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ബിജുമേനൻ എന്ന നടൻ തന്നെ വന്നത് ആ സീരിയൽ. NF വർഗീസ് വന്നത് ആ സീരിയൽ കണ്ടിട്ടാണ് പുള്ളി ആകാശദൂതിന് എന്ന സിനിമയിൽ സിബി മലയിൽ റെക്കമെൻഡ് ചെയ്തത് NF-നെ. അപ്പോൾ അത്രയും സൂപ്പർ ഹിറ്റ് സീരിയൽ. ജോസ് പ്രകാശനായിരുന്നു അതിൽ മിഖായലായിട്ട് അഭിനയിച്ചത്. പിന്നെ ഒരു സിനിമയേക്കാൾ മനോഹരമായിട്ട് ജൂഡ് അട്ടിപ്പേറ്റി ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ ഫോട്ടോഗ്രാഫി ചെന്നൈയിലെ ക്യാമറാമാനായിരുന്നു. അതിൻ്റെ പ്രത്യേക ലൈറ്റിങ്, അതിൻ്റെ ഒരു കളർ തന്നെ മാറ്റി എടുത്തു, ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്തത്. അത് നല്ല രസമുള്ള ഒരു സീരിയലായിരുന്നു. അത് തീർച്ചയായിട്ടും ഇപ്പോഴും ടെലികാസ്റ്റ് ചെയ്താൽ ഇപ്പോഴും ആളുകൾ കാണും, സൂപ്പർ ഹിറ്റ് ആയിരിക്കും. കാരണം ദൂരദർശൻ എന്നൊക്കെ പറയുന്ന ആകെ ആ ഒരു ചാനൽ മാത്രമേ. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ വേറെ നല്ല ചാനലുകളാണെങ്കിൽ ഇത് എവിടെയോ. പക്ഷെ നമുക്കിപ്പോ പണ്ടത്തെ സീരിയലൊക്കെ ഇപ്പൊ ആളുകൾ കൂടുതൽ കാണുന്ന ഒരു വരുന്നുണ്ട്. ഇപ്പൊ ആളുകൾ കൂടുതൽ വരുന്നുണ്ട്. പിന്നെ ദൂരദർശൻ എന്ന് പറഞ്ഞാൽ അന്ന് 13 എപ്പിസോഡല്ലേ ഉള്ളൂ, വളരെ ഷോർട്ടായിട്ടുള്ള കഥയാണല്ലോ. അതായത് 13 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വീക്കിലി 1 എല്ലാ ബുധനാഴ്ചയായിരുന്നു എനിക്ക് തോന്നുന്നു മിഖായിലെ ടെലികാസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മളൊക്കെ കാണുമ്പോൾ അറിയാം, നമ്മൾ ഇവിടുത്തെ ഓരോ വീട്ടുകാരും ബുധനാഴ്ച 8 മണിക്ക് എല്ലാവരും നോക്കിയിരിക്കും. ഞാനും കുട്ടിയായിരുന്നപ്പോ അങ്ങനെയായിരുന്നു. അതായിരുന്നു നമുക്ക് ഭയങ്കര ഒരു ഹിറ്റ് സംഭവം തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവര് പ്രേംപ്രകാശ് സിനിമയാക്കാൻ റെഡിയായത്. അതെ. പക്ഷെ അത് കഥയുടെ ചിലതായിരിക്കാം. ആണല്ലേ? ഇപ്പം അപ്പൊ വീട്ടില് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായി. അത് ആദ്യമേ എല്ലാവരും ആദ്യമൊക്കെ കുറച്ച് വിഷമം ഉണ്ടാകും. കാരണം നമ്മൾ ഈ ചെറിയ വേഷമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഈ പൈസയൊന്നും കിട്ടില്ല ആദ്യ തുടക്കത്തിലൊന്നും. നമ്മളിപ്പോൾ ഒരു മാസമൊക്കെ ഒരു പടത്തിന് പോയാൽ അന്നത്തെ കാലത്തിൽ 1000 രൂപയെ അത്രേ ഉള്ളൂ. ആ കാലത്ത് അങ്ങനെയാണ്, സാമ്പത്തികമായ എല്ലാവർക്കും ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതുകൊണ്ട് വലിയ മെച്ചം എനിക്ക് തോന്നില്ല. അപ്പോൾ പഠിത്തവും നിർത്തി, ഈ അഭിനയവും തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള പിന്നെ അങ്ങനെ ഇതിലേക്ക് കയറി. പിന്നെ നല്ല നല്ല ക്യാരക്ടർ വന്നു തുടങ്ങിയപ്പോഴാണ് സംഭവങ്ങളൊക്കെ. ശരി, നമ്മള് പറയണ്ടായിരുന്നു IV ശശി സാറിന്റെ കാര്യം. ഞാൻ ആളുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്.
ഇനി ഞാൻ കേട്ടിട്ടുണ്ട് IV ശശി സാർ ഭയങ്കര ചൂടനാണ് ഷൂട്ടിംഗ് സെറ്റിൽ, അങ്ങനെയാണോ? അതെ അതെ അതെ. ചൂടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പുള്ളി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആര് ചെയ്താലും, ഒരു പുതിയ ആളായാലും ആരായാലും കെട്ടിപ്പിടിക്കുകയോ ചെയ്യും. നന്നായിട്ടുണ്ടെന്നൊക്കെ പറയും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പുള്ളിയുടെ ഏറ്റവും വലിയ തെറി കഴുതക്കുട്ടിന്നാണ്. എന്ത് കഴുതക്കുട്ടി? ആള് ഇപ്പൊ തെറി പറയുന്ന ആ ഒറ്റ ഡയലോഗാ, കഴുതക്കുട്ടി. അതിൽ കൂടുതലൊന്നും പറയില്ല. പിന്നെ ഒരു ലേഡീസിന്റെ ഒച്ചയാണല്ലോ, ചെറിയ കിളി 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 എന്ന് പറഞ്ഞ ഒച്ച. അയാൾ പക്ഷെ നല്ല ഞാനിപ്പോൾ കുറേ എത്രയോ സിനിമകൾ ചെയ്തപ്പോൾ 160ഓളം സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇത്രയും നല്ലൊരു മികച്ച ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു 1000 പേരെ നിർത്തിയാലും പുള്ളിക്ക് ഈസി ആയിട്ട് സിനിമ കൈകാര്യം ചെയ്തു. എത്ര പടങ്ങൾ അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലാത്തി ചാർജ്, അല്ലെങ്കിൽ ഈ മാർക്കറ്റ്, അങ്ങാടി, ഇതുപോലുള്ള കുറേ പടങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ കയറി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ IV ശശി തന്നെ ഉള്ളൂ. പിന്നെ നല്ല ഡയറക്ടറാണ്, ജനകീയ സംവിധായകനായിരുന്നല്ലോ ഒരു കാലത്ത്. അതെ, തീർച്ചയായും നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ട്. MTയുടെ തന്നെ എത്ര പടങ്ങൾ അദ്ദേഹം ചെയ്തു. അതെ, അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ നോക്കി കാണുന്ന ഒരാളാണ്. അതെ. പിന്നെ അതേപോലെയുള്ള ഒരാളാണ് ഹരിഹരൻ. ഞാൻ ഒരു പടം ചെയ്തുള്ളൂ, വടക്കൻ വീരഗാഥ. അതിൽ സുരേഷ് ഗോപിയുടെ അനിയനായിട്ട് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തു. പിന്നെ പുള്ളി ഇദ്ദേഹം തന്നെ നല്ല പക്ക ടെക്നീഷ്യനാണ്. അയാൾ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല, കറക്റ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക, അതാണ് വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര. പിന്നെ കെ മധു, ഞാൻ പുള്ളിയുടെ CBI ഗ്രൂപ്പിൻ്റെ സെക്കൻഡ് ഉണ്ടായിരുന്നു. ഊഹക്കച്ചവടം ബാലേന്ദ്രമേനൻ, പിന്നെ 20-ാം നൂറ്റാണ്ട്, പുള്ളിയുടെ കുറേ പടങ്ങൾ ഞാൻ ചെയ്തു. ഗോഡ്മാൻ മമ്മൂട്ടിയുടെ, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. അന്ന് അദ്ദേഹം സൂപ്പർ ഡയറക്ടർ ആയിരുന്നല്ലോ കെ മധു. ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട മരിച്ചുപോയ രഘുവരൻ സാർ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കും. പുള്ളി ഭയങ്കര ഒരു ഉഴപ്പനായിരുന്നു. ആണോ? ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴേ എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, തമിഴ് അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഈ മലയാളം പറയുന്ന ഒരേ ഒരു നടൻ രഘുവരനാണ്. പുള്ളി ശരിക്കും മലയാളിയാണെങ്കിലും പുള്ളി അവിടെ ചെന്നൈയിലായിരുന്നു കുറേ കാലം. അപ്പോൾ പാലക്കാടുകാരനാണ്. അപ്പോൾ മലയാളം പറയാൻ എനിക്കൊരു കൂട്ടുകാരൻ കിട്ടിയത് രഘുവരനാണ്. പുള്ളി ക്ലാസ്സിലൊന്നും അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം വളരെ ഒരു ഈസിനെസ് ആയിട്ട് ഒരു അങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് അങ്ങനെ നടക്കുന്ന ഒരു പാർട്ടി. പക്ഷെ അങ്ങനെ അയാൾ നല്ല ക്യാരക്ടർ തമിഴിൽ വന്നു. ഏതൊക്കെയോ അന്ന് നമ്മൾ മറന്നുപോയിട്ടോ, ഞാനിത് കുറേ കാലങ്ങൾ 30 വർഷം മുമ്പുള്ള കഥയാണ്. അങ്ങനെ ആ ഒരു സിനിമയിൽ അയാൾ പ്രധാന വേഷം ചെയ്തു. അതിന് അവാർഡ് കിട്ടി, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതിൽ മികച്ച നടൻ രഘുവരനായി. പിന്നെ പുള്ളി അങ്ങോട്ട് കയറി. പിന്നെ മലയാളത്തിൽ കുറേ സിനിമയിൽ കക്ക എന്ന് പറഞ്ഞ സിനിമയിൽ നായകനായി. അതിലെ നായിക തന്നെ എൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടിയാണ്, അരുന്ധതി എന്ന് പറഞ്ഞത്. അവരിപ്പോൾ ഇല്ല. പിന്നെ വേറൊരു നടനാണ് രാംകി. ഇപ്പോൾ നമ്മുടെ ദുൽഖറിൻ്റെ കൂടെ ഒരു തെലുങ്ക് പടം മലയാളത്തിൽ വന്നില്ലേ, പടത്തിൻ്റെ ലക്കി ഭാസ്കർ. ആ പടത്തിലെ മെയിൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന രാംകി ആണ്. ഇതിൽ എൻ്റെ കൂടെ പണ്ട് പഠിച്ചതാണ്. അങ്ങനെ അന്ന് കുറേ പേര്. പിന്നെ ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പേര്. RK സെൽവമണി, RC ശക്തി, സെൽവമണി എന്നൊക്കെ പറഞ്ഞ കുറേ പേര്. അവരൊക്കെ തമിഴിൽ ഒരു കാലത്ത് സൂപ്പർ ഡയറക്ടേഴ്സായിട്ടും പോയവരാണ് അവരൊക്കെ. അതേപോലെ കുറേ പേരുണ്ടായിരുന്നല്ലോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുമ്പോൾ. ഓരോ ക്ലാസ് സെക്ഷനാണല്ലോ ഈ ക്യാമറ, ഡയറക്ഷൻ, ആക്ടിങ്, ഇങ്ങനെ സെപ്പറേറ്റ്. പക്ഷേ എല്ലാവരും ഒരു ഹോസ്റ്റലിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓർമ്മകൾ കൂടുതലായിരിക്കും. എല്ലാവരും നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് എല്ലാവരും. പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നായിരിക്കും. അരുൾ പാണ്ഡ്യൻ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചത്. അയാളിപ്പോൾ പ്രൊഡ്യൂസറായി. അയാളുടെ വൈഫ് എൻ്റെ കൂടെ പഠിച്ചാണ്, വിജയഗൗരി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ. അന്ന് സുഹാസിനി എൻ്റെ ജസ്റ്റ് സീനിയറായിരുന്നു, ക്യാമറ ആയിട്ട് പഠിച്ചതാണ് അതിൽ. ഇപ്പൊ ഈ 32 വർഷങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു കോ ആർട്ടിസ്റ്റ് ആരായിരിക്കും? എന്നുവെച്ചാൽ 32 വർഷത്തിനിടയിൽ എപ്പോഴും ടോണി ചേട്ടന്റെ കൂടെ നിന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കോ ആർട്ടിസ്റ്റ്. അങ്ങനെ ഒരു നടൻ ഉണ്ടായിരുന്നു, അനിൽ മുരളി എന്ന് പറഞ്ഞിട്ട്. മരിച്ചുപോയി പുള്ളി ഒരു 3 വർഷം മുമ്പ്, സുഖമില്ലാതെ മരിച്ചുപോയി. നല്ല ബന്ധമായിരുന്നു എപ്പോഴും. ഞങ്ങൾ കുറേ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, വില്ലനായിട്ടൊക്കെ അഭിനയിക്കുക.
പിന്നെ അല്ല എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇപ്പോഴല്ല, ആ കാലത്ത് എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മമ്മൂക്ക തന്നെയാണ് റെക്കമെൻഡേഷൻ നടത്തിയതും. സ്വകാര്യമായിട്ട് പുള്ളി പറയും പലരോടും. ഇപ്പോൾ ജോൺ പോൾ എന്ന ഒരു റൈറ്ററുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതുപോലെ ടോണിയെ കാണണം. അപ്പോൾ അത്രയും സിൻസിയറായിട്ട്. അപ്പോൾ ജോൺ പോളാണ് എന്നോട് പറയുന്നത്. ജോൺ പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ, മമ്മൂട്ടി നിങ്ങളെ ഭയങ്കരമായിട്ട് റെക്കമെൻഡ്. അന്ന് അദ്ദേഹം കത്തി നിൽക്കുക, യാത്ര, ഓളങ്ങൾ എന്ന് പറഞ്ഞ കുറേ വൻ സിനിമകൾ എഴുതുന്ന ആളാണ്. അപ്പോൾ ഒരു കോഴിക്കോട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ജോൺ പോൾ പറഞ്ഞു, നിങ്ങളെപ്പറ്റി മമ്മൂട്ടി ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് റെക്കമെൻഡേഷൻ എന്നോട്, അപ്പോൾ അതിനത് പരിഗണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് ഓരോരുത്തരുടെ മൂഡാണ്, വിളിക്കേണ്ടത് ഓരോരുത്തരുടെ മൂഡാണ്. അതെ, പക്ഷെ മമ്മൂക്ക എന്ന് പറഞ്ഞ അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ അങ്ങനെ. അതെ, അതാണ് നിങ്ങൾ എന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ ടോണിയെ കാണണം. അതിന്റെ അർത്ഥം വേഷം കൊടുക്കണം എന്ന്. വേഷം കൊടുക്കണം, മനസ്സിൽ ഇപ്പോഴും നമുക്ക് അതാണ് സൂക്ഷിക്കാൻ പറ്റും. അത് മമ്മൂട്ടിയല്ല എന്നോട് പറഞ്ഞത്, ജോൺ പോൾ ആണ് പറഞ്ഞത്. അതെ, മറ്റൊരാളിലൂടെയാണ് നമ്മൾ അറിയുന്നതെങ്കിൽ ഇപ്പോഴും മനസ്സിൽ നമുക്ക് ഉണ്ടല്ലോ അത്. അതെ, സ്വകാര്യമായിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യും പുള്ളി. അതല്ല പുള്ളി അങ്ങനെ എല്ലാവരോടൊന്നും പറഞ്ഞു നടക്കുമൊന്നുമില്ല. വേഷം പുള്ളിക്ക് കൊടുത്താൽ നന്നായിരിക്കും. അതാണ് മമ്മൂക്ക, അതാണ് നമ്മളുടെ മമ്മൂക്ക. അതാണ്. അപ്പൊ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് കഥാപാത്രം ചെയ്യാനാണ്? ഹാസ്യം നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് ഇപ്പോൾ പിന്നെ വില്ലൻ ക്യാരക്ടറാണ് സിനിമയിൽ ഏറ്റവും കൂടുതൽ. പോലീസ് ഓഫീസർ ആയാലും വില്ലനായിരിക്കും, അല്ലെങ്കിൽ കളക്ടറാണെങ്കിൽ അതിലൊരു വില്ലനായിരിക്കും, ഇല്ലെങ്കിൽ ഡോക്ടറാണെങ്കിൽ അതിലൊരു വില്ലനാണ്. എൻ്റെ ആ തുടക്കം തന്നെ ഡോക്ടർ വില്ലനായിരുന്നു ഈ ജ്വലനം എന്ന നാടകത്തിൽ. അപ്പോൾ അങ്ങനെയാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്, എന്താണെന്നറിയില്ല. പിന്നെ മാട്ടുപ്പെട്ടി മച്ചാൻ, അതിലൊരു അതിൽ പിന്നെ ഇതാണ് കൂലി തൊഴിലാളിയായിട്ട്, അതിൽ ചെറിയൊരു വില്ലനിസം ഉണ്ട്. അപ്പോൾ ഈ കിട്ടുന്ന കഥാപാത്രങ്ങളിൽ സിനിമയിൽ ഒരു 50% എനിക്ക് തോന്നുന്നത് കുറച്ച് സ്ട്രോങ്, അതായത് വില്ലൻ ക്യാരക്ടറായിരുന്നാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീരിയലിൽ അഭിനയിച്ചത് കൊണ്ട് കുറെ സിനിമകൾ നഷ്ടമായല്ലോ. അതില് ഇതുപോലെ ഒരു ഹാസ്യ കഥാപാത്രം വന്നിട്ടില്ല, വിളിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത് പ്രതിഫലത്തിന് പകരം വണ്ടി ചെക്ക് കിട്ടിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓ, ഇഷ്ടം പോലെ. ആണോ? യെസ്. ഇവിടുത്തെ ഒരു ഫേമസ് നടന്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട്, പേര് പറയാൻ പാടില്ലല്ലോ, പേര് പറയണ്ടല്ലേ, മോശമല്ലേ അത്? അല്ല, ഇപ്പൊ അത് എന്റെ കൂടെ അഭിനയിക്കുന്നുണ്ട്, പറയണ്ട. കുറെ സിനിമകൾ ചെയ്താണ്, ഇപ്പോ നടനാണ്. അപ്പോ അങ്ങനെ എനിക്ക് വണ്ടിച്ചക്ക് കുറെ കിട്ടിയിട്ടുണ്ടല്ലേ. ബാലുഗിരിയത്തിന്റെ പടത്തിന്, പിന്നെ ഇയാളുടെ പടത്തിന് ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നടനാണ് പുള്ളി, അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ചില കഥാപാത്രങ്ങൾ അവസാന നിമിഷം നഷ്ടമായിട്ടുണ്ട്. ഈ സീരിയൽ അഭിനയിക്കുന്നതല്ലാതെ അവസാന നിമിഷം നഷ്ടം. അങ്ങനെ ഒരുപാട് സീരിയൽ അല്ല മാറ്റി നിർത്തിയാലും ഒരു സിനിമയിൽ ഇപ്പോൾ ഞാൻ അതിപ്പോൾ എനിക്ക് പറയാം, രാജൻ ശങ്കരാടി എന്ന് പറഞ്ഞ ഡയറക്ടറുണ്ട്, ഗുരുജി ഒരു വാക്കൊക്കെ എടുത്ത ആളാണ്. അയാളുടെ ഒരു പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തു. അതിൻ്റെ സ്ക്രിപ്റ്റ് വിനു കിരിയത്താണ്, വിനു കിരിയത്ത് ആരോട് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മ കുറേ 10-15 വർഷം. രാജൻ ശങ്കരാടി മരിച്ചുപോയി. അദ്ദേഹം ബാലചന്ദ്രമേനോൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അയാളുടെ ഒരു പടത്തിന് ദിലീപാണ് നായകൻ. അതൊരു നല്ലൊരു ക്യാരക്ടറായിരുന്നു, ഈ നായികയുടെ ചേട്ടനായിട്ട്. അപ്പോൾ അത് എൻ്റെ കോസ്റ്റ്യൂം വരെ റെഡിയാക്കി. പടം തുടങ്ങുന്നതിൻ്റെ 4 ദിവസം മുമ്പ് ഞാൻ അറിയുന്നു ഞാനതില്ല, അതിന് പകരം വേറെ നടനെ അഭിനയിക്കുക. അങ്ങനെ ഒരുപാട്. അത് പിന്നെ ഞാൻ പിന്നെ അന്വേഷിച്ചില്ല, കാരണം എനിക്കൊരു അഡ്വാൻസും തന്നാണ് അവർ, ചെറിയൊരു അഡ്വാൻസ് ഒക്കെ തന്നു. പിന്നെ അത് ഞാൻ പിന്നെ അന്വേഷിച്ചില്ല. അത് അങ്ങനെ അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ, ടോണി അല്ല അയാൾ നല്ല മനുഷ്യനായതുകൊണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇത് പ്രതീക്ഷിക്കേണ്ട, വേറെ സിനിമ കിട്ടിയേ പോയിക്കൊള്ളണം, ഇതിൻ്റെ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പുള്ളിയും പറഞ്ഞു. അപ്പോൾ അതിന് പകരം വേറെ നല്ല നടൻ അഭിനയിച്ചു, അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും അതാണ് ഈ സിനിമയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ. പിന്നെ ചേട്ടന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ അതുകൊണ്ട് പക്ഷെ എനിക്ക് അന്നൊക്കെ വേദന തട്ടും കുറച്ച്. കാരണം നമ്മളിത് കാസ്റ്റ് ചെയ്തിട്ട് ഡ്രസ്സ് വരെ കോസ്റ്റ്യൂം അളന്ന് പോയ ഒരു സിനിമ പെട്ടെന്ന് വേറൊരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ നമുക്കൊരു വിഷമം. പിന്നെ അതെനിക്കൊരു ശീലമായി. അങ്ങനെ വിഷമം എന്ന് പറഞ്ഞ സാധനയില്ല. കാരണം അത് പിന്നെ
ഇതില്ല, ഇത് കിട്ടുമെന്ന് പറയുമ്പോൾ ഇത് അഭിനയിച്ച് കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഭിനയിച്ച് തിയേറ്ററിൽ കാണുന്നത് അങ്ങനെ അപ്രതീക്ഷിതമായ ഈ പ്രശ്നങ്ങളും ഉണ്ട്. എന്നാൽ വേറൊരു ആർട്ടിസ്റ്റിന് പകരം ഞാൻ കയറിയിട്ടുമുണ്ട്. ആണല്ലേ? അപ്പോൾ അയാളെ ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് എന്നെ ഒഴിവാക്കിയതാണ്. അപ്പോൾ ഞാൻ അഭിനയിക്ക് കുഴപ്പമില്ലോ. അല്ല എന്താ പറയുക, ചിലർക്ക് വിഷമം തട്ടും വേറെ ആൾ അഭിനയിക്കുമ്പോഴേ. അപ്പോൾ ഞാനത് അയാളോട് ചോദിക്കും. അങ്ങനെ എനിക്ക് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ അഭിനയിക്കുന്നവർക്ക് ഇതുപോലെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടാവും ഉറപ്പായിട്ട്. നമുക്ക് കാരണം ഈ കോസ്റ്റ്യൂം വരെ അളന്നിട്ട് അത് മാറ്റിക്കളയാന്ന് പറയുമ്പോഴേ അത് വലിയ ഒരു വേദന കിട്ടുന്നു. പിന്നീട് അത് ശീലമായിപ്പോ ഇങ്ങനെ ശീലമായതുകൊണ്ടാണ്. ഇതല്ലെങ്കിൽ വേറെ, അതല്ലെങ്കിൽ ഇത്, ഇങ്ങനെയാണ് ഇപ്പോ. അതാ പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല, ലൈക്ക് എന്തുകൊണ്ടാണ് എന്നെ മാറ്റിയത്. അല്ല അതൊന്നും പിന്നെ അത് വിട്ടേക്കുക. കാരണം അത് ഡയറക്ടർ പറയുമല്ലോ. രാജൻ ശങ്കരാടി നല്ല ഡയറക്ടർ ആയതുകൊണ്ടും അയാൾ നല്ല മനുഷ്യനായതുകൊണ്ടും എൻ്റെ സുഹൃത്തായതുകൊണ്ട് അയാൾ ഓപ്പണായിട്ട് പറഞ്ഞു, ടോണി ഇതിൽ പ്രതീക്ഷിക്കരുത്, വേറെ സിനിമ കിട്ടിയാൽ പോയിക്കോളണമെന്ന് പറഞ്ഞു. അതുപോലെ അഭിനയിച്ചിട്ട് സീൻ കട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല, അത് എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. കാരണം കുറേ സീൻസിൽ 2-3 സീൻ സിനിമയാകുമ്പോൾ പോവും. അത് ലെങ്ത് കൂടുമ്പോഴൊക്കെ പിന്നെ ആ സീൻ മസ്റ്റ് അല്ല തോന്നുമ്പോൾ, സിനിമ ഫാസ്റ്റ് അല്ലേ, അപ്പോൾ അതിലൊരു ഈ സീൻ ഒരു കല്ലുകടിയാണെങ്കിൽ ആ സീൻ എടുത്ത് കളയും. അത് എന്നെ മാത്രമല്ലോ, അതിൽ അഭിനയിച്ച കോമ്പിനേഷൻ എല്ലാവരും പോവും. അതൊന്നും സാധാരണ സിനിമയിൽ. ഇതാണ് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയത് അല്ലേ? അർഹിച്ച പരിഗണന സിനിമയിൽ നിന്നും ലഭിക്കാതെ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ തോന്നുന്നത്? അങ്ങനെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ശശികേട്ടൻ്റെ തന്നെ ഒരു പടം നല്ല ത്രൂ ഔട്ട് സാധനമായിരുന്നു. അതൊക്കെ എൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നം സീരിയലിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം 1 മാസമൊക്കെയാണ് ഐ.വി. ശശി പക്ക ഡേറ്റ് ഫുൾ. നമ്മൾ നാളെ ഉണ്ടോ ഇല്ലെന്നല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം 30 ദിവസവും. അപ്പോൾ ഈ 30 ദിവസം എന്നൊക്കെ പറയുമ്പോൾ അന്ന് സീരിയൽ 10 ദിവസം 12 ദിവസമൊക്കെയാണ്. അങ്ങനെ ഞാൻ ചില സിനിമകൾ, വലിയ സിനിമകൾ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് പരിഗണന കിട്ടിയിട്ട് പോലും അവസരങ്ങൾ നഷ്ടപ്പെടും. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അങ്ങനെ പോകും. അത് ഒരു പ്രധാന കാരണം സീരിയൽ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല അല്ലേ? സീരിയലിലൂടെ അപ്പോൾ എന്നാലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ, നമ്മൾ സീരിയലുകളും ചെയ്യുന്നുണ്ട്. അതാണ്. മമ്മൂക്കയുടെ പല ക്വാളിറ്റികളും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അയാൾ നല്ല മനുഷ്യനാണ്. പിന്നെ വേറെ ഒരു സ്വന്തം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ വീട്, ഫാമിലി മാൻ, ഭയങ്കര ഫാമിലി മാനാണ്. പിന്നെ പ്രാർത്ഥന, അങ്ങനൊരു നട ഇനി മലയാളത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു പരോപകാരിയാണ്. പുതിയ ആൾക്കാരെ ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് മമ്മൂക്കയാണ്. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പുതിയ സംവിധായകരെ കൊണ്ടുവന്നത് മമ്മൂക്കയാണ്. ഏറ്റവും കൂടുതൽ നല്ല പുതിയ നടന്മാരെയും ടെക്നീഷ്യന്മാരെയും, ക്യാമറാമാൻ, പിന്നെ എഡിറ്റർ, അല്ലെങ്കിൽ വേറെ മ്യൂസിക് ഡയറക്ടർ, ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ ക്വാളിറ്റിയാണ്. പുള്ളി എപ്പോഴും സിനിമയെ പഠിച്ചുകൊണ്ടേയിരിക്കില്ല. ഇപ്പോഴും മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ആവശ്യമാണ് സിനിമയിൽ അഭിനയിക്കാൻ. ഒരിക്കലും മടുക്കാത്തൊരു മനുഷ്യനാണ്. ഇപ്പോഴും ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ലാസ്റ്റ് വൺ ആണ്. സീരിയൽ രംഗത്തും ഹേമ കമ്മിറ്റി വരേണ്ടതുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വരുന്നു നല്ലതല്ലേ? ആണോ? ആണോ? പിന്നെ അത് വരണം. പലരും അതിനൊക്കെ എതിരായിരുന്നു കുറെ പേരൊക്കെ. പക്ഷേ സിനിമയില് പക്ഷെ അത് വരണം. സീരിയലിലും വരും തോന്നുന്നു അല്ലേ? സീരിയലിലും വന്നു തോന്നുന്നു. സീരിയലും ഹേമ കമ്മിറ്റി ആയിട്ട് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ചേട്ടന്റെ ഒരാഗ്രഹം അങ്ങനെ വരണം എന്നുള്ളത്. വേറെന്താ കുഴപ്പം? അതെ, ഒരു കുഴപ്പമില്ലോ, വരണം ഞാൻ പറയുന്നത്. അതെ, വരണം. നമ്മൾ ഇത്രയും വർഷത്തെ ഒരുപാട് ഓർമ്മകൾ പറഞ്ഞു. ഇത്രയും 32-35 വർഷത്തെ ഓർമ്മകളിൽ ടോണി ചേട്ടന് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ഓർമ്മ എന്തായിരിക്കും? ഇത് എത്തിയതാണ് ഏറ്റവും വലിയ സന്തോഷം. പലരും സിനിമ വിട്ട് ഗുഡ് ബൈ പറഞ്ഞവരുണ്ട്. എത്രയോ എൻ്റെ കൂടെ വന്നവർ, എത്രയോ ആർട്ടിസ്റ്റുകൾ, നടീനടന്മാരെല്ലാം അവരൊക്കെ മതിയാക്കി പോയവരുണ്ട്. അപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിൽ സീരിയലുണ്ട്, സീരിയലില്ലെങ്കിൽ സിനിമയുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതാണ് ഏറ്റവും വലിയ സന്തോഷം. വെറുതെ ഇരിക്കുന്നില്ല. വെറുതെ ഞാൻ ഇതുവരെ വെറുതെ ഇരുന്നിട്ടില്ല. കാരണം
ഇടയ്ക്ക് ഇങ്ങനെ വല്ല ഫോറിൻ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു 3-4 മാസം മനഃപൂർവ്വം ഒഴിവാക്കി പോവും. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ പോയി കാണണം. അത് ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട്. എന്നാലും നമുക്ക് ഇവിടെ വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ച് എന്തെങ്കിലും ഒരു ഇതിൽ പെടും. അങ്ങനെ അതെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു കളിവീട് എന്ന് പറഞ്ഞൊരു ഹിറ്റ് സീരിയലായിരുന്നു. സൂര്യ TV. അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഇതൊന്നും എനിക്ക് ഇവരെ ഒന്നും ആരെയും അറിയില്ല. ട്രിവാൻഡ്രം സെറ്റപ്പാണ് എല്ലാം. ഇപ്പോൾ സീരിയലെല്ലാം ട്രിവാൻഡ്രത്താണ് ഷൂട്ടിങ്, എറണാകുളത്തില്ല. അപ്പോൾ ഈ കളിവീട് കഴിഞ്ഞ ഉടനെ വേറെ ആൾ വിളിച്ചു. ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ ടീം വിളിച്ചു. പക്ഷേ ഞാൻ പോവില്ല, കാരണം ഇത് തന്നെ ധാരാളമാണ്. ഒരു സീരിയൽ 10 ദിവസം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ധാരാളമാണ്. അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അതാണ് എൻ്റെ. അപ്പോൾ ഇത് കഴിയട്ടെ. ഇതിപ്പോൾ ഇനിയൊരു 1.5 വർഷം കൂടി ഉണ്ടാവണമെന്ന് തോന്നുന്നു. ഉണ്ടാവും. 1000 എപ്പിസോഡാണ് അവരുടെ പ്ലാൻ അല്ലേ? അപ്പോൾ ഉണ്ടാവും. ഇപ്പൊ ഇത്രയും സീരിയലും സിനിമയും ചെയ്തതിൽ ടോണി ചേട്ടന്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരട്ടെ, ഇനി വരണം. പിന്നെ സാധാരണ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവനാണ്. 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. വളരെ നിർധനനായ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ 3 കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ഒരു ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ നമുക്ക് കിട്ടിയ വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ ആ വിഷമങ്ങൾ ഇറക്കി. പിന്നെ ഒരു സുഖമില്ലാത്ത ഒരാളായിട്ടാണ് ഇതിൽ. നീന കുറുപ്പാണ് അതിൽ എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ മക്കളായിട്ട് ഇപ്പോൾ സീരിയലിൽ വരുന്ന പുതിയ കുട്ടികൾ. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതുകൊണ്ടും പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് സൂപ്പറായതുകൊണ്ടും നമുക്കത് അഭിനയിക്കാൻ ഒരു സുഖമുണ്ട്. നമ്മളിപ്പോൾ സന്തോഷം, ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും വളരെ വിഷമം വന്ന ഒരു ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ അവസാന നിമിഷം ഇതൊക്കെ തന്നെ. ഈ ലാസ്റ്റ് ക്യാരക്ടർ പോവുക, അല്ലെങ്കിൽ പറഞ്ഞ സാധനം നമുക്കില്ല. പിന്നെ സെറ്റിൽ വന്ന് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ട്. ഷൂട്ടിംഗ് സെറ്റിംഗിൽ വന്നിട്ട് ക്യാരക്ടർ മാറി പോവാൻ. അപ്പോൾ ആരുടെയും കുഴപ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കഥാപാത്രം ഇതിൽ ഈ സിനിമയിൽ എഴുതി വരുമ്പോൾ അത് ഒന്നുമല്ലാണ്ടായി പോകുന്നത്. ആവശ്യം തിരക്കഥാകൃത്താണല്ലോ ഇത് നോക്കുന്നത്. അപ്പോൾ അവർ പറയും ടോണിയെ വെറുതെ വിളിച്ചിട്ട് ചെറിയൊരു ഇതൊക്കെ എടുക്കാൻ, അതിൽ നല്ലത് ആ ക്യാരക്ടറെ അല്ലെങ്കിൽ അതിനൊരു പുതിയ ആളെ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. സെറ്റിൽ വന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ. വലിയ സംവിധായകരുടെ പടങ്ങളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആണല്ലേ? ഞാൻ വന്നത് തന്നെ വലിയ സംവിധായകരുടെ കൂടെയാണ്. എല്ലാം പുതിയ ആൾക്കാരല്ലേ, പുതിയ ആൾക്കാരൊക്കെ. എനിക്ക് തോന്നുന്നില്ല പഴയ ആൾക്കാരൊന്നും ഇനിയിപ്പോ അതുപോലെ ഒരു പടം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും പഴയ ആളുകളുടെ പടത്തിലൊക്കെ ഒരുപാട് എന്താ പറയാ, അതൊക്കെ നോക്കി കാണുന്ന ആളുകളാണ് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും, ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല ബ്രില്യൻ്റ് ആണ് എല്ലാവരും. അതെ, അവര് പഠിച്ച് സ്റ്റഡി ചെയ്തിട്ട് അവര് സ്റ്റഡി ചെയ്യുന്നത്. ഉദാഹരണം മഞ്ഞുമൽ ബോയ്സ്, പിന്നെ പ്രേമലു, ഇതൊക്കെ നല്ല അവരെങ്ങനെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ ആൾക്കാരായാലും അത് നല്ല നാച്ചുറലായിട്ട്. അതെ, അങ്ങനെ വരട്ടെ. വരണം പുതിയ ആൾക്കാർ വരണം, പുതിയ സിനിമകൾ വരണം, പുതിയ ട്രെൻഡിലുള്ള ട്രെൻഡ് വരണം. അതാണ് സിനിമ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പത്തരമാറ്റ് സീരിയൽ അതല്ലാതെ സിനിമകൾ ഏതെങ്കിലും ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ 2 ചെയ്തു. ഇത്തിക്കര കൊമ്പൻ എന്നുള്ള സിനിമ. അത് ഇറങ്ങിയിട്ടില്ല. ഇല്ല, 2 ഇറങ്ങിയിട്ടില്ല. മിസ്റ്റർ ഡീസന്റ് എന്ന് പറഞ്ഞ ആ സിനിമയും ഇറങ്ങിയിട്ടില്ല. 2 ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞുള്ളൂ. ഒന്ന് വയനാട് അവിടെ ഭാഗത്തായിരുന്നു, മറ്റത് ട്രിവാൻഡ്രം. ഇറങ്ങട്ടെ അല്ലേ? അതെ, എന്താ വെച്ചാൽ നല്ല കഥയാണ്. ഈ ഇത്തിക്കര കൊമ്പൻ എന്ന് പറഞ്ഞൊരു ടിനി ടോമൊക്കെയാണ് അതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. ആക്ഷൻ കുറച്ചുണ്ട്. പിന്നെ മറ്റത് കോമഡി പടമാണ്. അങ്ങനെ പോകുന്നു. ഇനിയൊരു ഹാസ്യ ചിത്രം കൂടി നമ്മളിലേക്ക് വരട്ടെ അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, ഇതുപോലെ പുതിയ എക്സ്പെരിമെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റട്ടെ അല്ലേ? അപ്പൊ ഇത്രയും നേരം ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.